ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നൊരു യാത്രയിലാണ്. നമ്മളെന്നും കാണുന്ന ഒരു കാഴ്ചയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിപ്പോൾ ഞാൻ ബസ്സിലിരുന്ന് എടുക്കുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ എന്നും കാണുന്ന കാഴ്ചയിൽ നിന്ന് മാറി ഒന്ന് ഇവിടുത്തെ ഭൂപ്രകൃതിയും ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണാം. പുറത്തേക്കുള്ള റോഡുകളും റോഡ് സൈഡിൽ കൂടെയുള്ള പൂന്തോട്ടങ്ങളും ഒക്കെ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നിപ്പോൾ ബസ്സിലിരുന്ന് എടുക്കുന്ന വീഡിയോ ആണ് ഇത് ഈ കാണുന്നത്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഇസ്രയേൽ എങ്ങനെയാണ്, ഇസ്രയേലിലെ മണ്ണ് എങ്ങനെയാണ്, ഇസ്രയേലിലെ ഭൂപ്രകൃതി എങ്ങനെയാണ്, നിരന്നിട്ടുള്ള സ്ഥലമാണോ, കുന്നുകളാണോ, മലകളാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. കുന്നും മലയൊക്കെ ഉണ്ട്, എന്നാലും നമ്മുടെ നാട്ടിലെ അത്രയും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. നിരന്ന പ്രദേശമാണ് കൂടുതലും കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബസ്സിൽ ഇരുന്ന് എടുക്കുന്ന വീഡിയോയിൽ നിന്ന് കുറേയെങ്കിലും ഭൂപ്രകൃതിയെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് തന്നെ വിചാരിച്ചത്. ഇവിടെ ഉള്ള തോട്ടങ്ങളൊക്കെയാണ് ഈ വഴി സൈഡിൽ കൂടെയൊക്കെ കാണുന്നത്. ഇങ്ങനെയാണ് ഇസ്രയേലിലെ തോട്ടങ്ങളൊക്കെ. ഈ വഴി സൈഡിൽ കൂടെ ആണെങ്കിലും അതൊന്നും ആരും കയറി പറിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. നിങ്ങളിപ്പോൾ കാണുന്ന ഓറഞ്ച് തോട്ടങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ. ഓറഞ്ച്, വാഴക്കൃഷിയൊക്കെ ചെയ്തിരിക്കുന്ന ഒരു തോട്ടമാണ്. നമ്മൾ ഇസ്രയേലിൻ്റെ ഒരു ഗ്രാമപ്രദേശത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, ട്രാവൽ വിത്ത് അമ്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇസ്രയേലിലുള്ളൊരു ഫാം ഹൗസാണ്. അതിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. നിങ്ങൾക്ക് പുറകോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം, പശുക്കളൊക്കെ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു വലിയ ഫാം ഹൗസാണ്. ഏതാണ്ട് എത്രത്തോളം പശുക്കളുണ്ട്? 50,000-ഓളം പശുക്കളുള്ള ഫാം ഹൗസാണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത്. ഇതിൻ്റെ വിശദ വിവരങ്ങൾ പിന്നാലെ വരുന്നതായിരിക്കും. ലോകരാജ്യങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇസ്രയേൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇസ്രയേലിൻ്റെ കാലാവസ്ഥ എന്ന് പറയുന്നതും മറ്റുള്ള ഏത് രാജ്യത്തെക്കാളും വ്യത്യസ്തമായ ഒരു കാലാവസ്ഥയാണ്. ഏതൊരു കർഷകനും ആഗ്രഹിക്കും ഏറ്റവും കൂടുതൽ വിളവ് ലഭിക്കുന്നതും നല്ലതുമായിട്ടുള്ള വസ്തുക്കളെ കണ്ടുപിടിക്കുന്നതിനായിട്ട്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇസ്രയേലും ആഗ്രഹിച്ചു ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നതും ദീർഘകാലം ആയുസ്സുള്ളതും രോഗപ്രതിരോധ ശേഷിയുമുള്ള നല്ല പശുക്കളെ സൃഷ്ടിക്കണമെന്ന് ഇസ്രയേലും ആഗ്രഹിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഇസ്രയേൽ വളരെ ഗവേഷണ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തുകയുണ്ടായി. അതുകൊണ്ട് തന്നെ പ്രാദേശികമായി ലഭ്യമായിട്ടുള്ള കന്നുകാലികളെ നവീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ വ്യത്യസ്തമായ സ്രോതസ്സുകളിൽ നിന്ന് ജനിതക വസ്തുക്കൾ കൊണ്ടുവന്ന് അവർ പരീക്ഷണങ്ങൾ നടത്തുകയുണ്ടായി. രാജ്യത്തിൻ്റെ പുറമേ നിന്ന് ഇറക്കുമതി ചെയ്ത ഡച്ച് കാളകളെ നിന്ന് ജനിതക ഘടനകൾ വേർതിരിച്ചെടുത്തു. അതുപോലെ തന്നെ 50കൾ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഹോൾസ്റ്റൈൻ കാളകളുടെയും കൃത്രിമ ബീജസങ്കലനം നടത്തുകയുണ്ടായി. 1947 ആയപ്പോഴത്തേക്കും 10 ഹോൾസ്റ്റൈൻ കാളകളെ കാനഡയിൽ നിന്ന് ഇറക്കുമതി ചെയ്തു. അവയും അവയുടെ മക്കളെയും കൃത്രിമ ബീജസങ്കലനത്തിലൂടെ ഉപയോഗിക്കാൻ തുടങ്ങി ഇസ്രയേൽ. 1950-62 വരെ ആയപ്പോഴത്തേക്കും ഹോൾസ്റ്റൈൻ കാളകളെയും പശുക്കളെയും അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്തു. 1963 മുതൽ ഇസ്രയേൽ ഹോൾസ്റ്റൈൻ എന്ന ഒരിനം കറവ പശുക്കളെ ഉപയോഗപ്പെടുത്താൻ തുടങ്ങി. ആ കറവ പശുക്കളെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതാണ് ഹോൾസ്റ്റൈൻ എന്ന ഇനത്തിൽപ്പെട്ട കറവ പശുക്കളാണ് ഈ നിൽക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് കാണുന്നത് പശുവിന് കൊടുക്കുന്ന, നമ്മുടെ നാട്ടിൽ കൊടുക്കുന്ന പോലെ വൈക്കോലല്ല. അതിന് പകരം ഇവിടുന്ന് ഗോതമ്പ് കൊയ്തൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ വരുന്ന കച്ചിയാണ്. നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു.
ഇനി നമുക്ക് ഇസ്രയേൽ ചെറിയ രാജ്യമാണെങ്കിലും അവർ ഉൽപ്പാദിപ്പിക്കുന്ന പാല് എത്രമാത്രമുണ്ട് എന്ന് ഒരു വർഷത്തെ കണക്കൊന്ന് നോക്കാം. ഇസ്രയേലിലെ ക്ഷീരകർഷകർ പ്രതിവർഷം 1.5 ബില്യൺ ലിറ്റർ പശുവും പാലും അതുപോലെ തന്നെ 30 ദശലക്ഷം ലിറ്റർ ആടുകളുടെ പാലും ഉൽപ്പാദിപ്പിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ 750 ഡയറി ഫാമുകളും ഉണ്ട് എന്ന് കാണുന്നു. ഏകദേശം 1,11,000 കറവ പശുക്കൾ ഉണ്ട് എന്നാണ് കണക്ക് കാണിക്കുന്നത്. ഇസ്രയേലിലെ മൊത്തം പശുക്കളുടെ കണക്ക് എന്ന് പറയുന്നത് ഇസ്രയേലിൽ 1,50,000 പശുക്കളുടെ കണക്കാണ് ഇപ്പോൾ കാണിക്കുന്നത്. അത് 2018 കണക്കാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഇസ്രയേലിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ പാലും പ്രാദേശിക ഡയറി പ്ലാന്റുകളാണ് സംസ്കരിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ 4 ഡയറി പ്ലാന്റുകളാണ് നിലവിലുള്ളത്. പിന്നെ 100ഓളം ചെറുകിട ഡയറി യൂണിറ്റുകളുമുണ്ട്. പാൽ 1000-ലധികം വ്യത്യസ്ത ഉൽപ്പന്നങ്ങളിലേക്ക് അല്ലെങ്കിൽ വ്യത്യസ്ത ബ്രാൻഡുകളിലേക്കാണ് സംസ്കരിക്കുന്നത്. ഇസ്രയേൽ എന്ന ഈ രാജ്യത്തേക്ക് ലോകത്തെമ്പാടും നിന്നുമുള്ള ഒരുപാട് ആളുകൾ ഈ രാജ്യത്തേക്ക് വരുന്നുണ്ട്. അതോടൊപ്പം വ്യത്യസ്തമായ രുചികളും എത്തുന്നു. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ പാൽ ഉൽപ്പന്നങ്ങൾ വളരെ വ്യത്യസ്തമായ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്നു. നിങ്ങളിപ്പോൾ കാണുന്നത് ഇസ്രയേലിൽ ഉൽപ്പാദിപ്പിക്കുന്ന പാൽ ഉൽപ്പന്നങ്ങളുടെ മാത്രം ഒരു ഗാലറിയാണ്. ഇത് ശീതീകരിച്ച ഒരു സ്ഥലത്താണ് വെച്ചിരിക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞു 1000ഓളം വിവിധ ബ്രാൻഡുകളിലായിട്ട് പാലുൽപ്പന്നങ്ങൾ ഇറക്കുന്നുണ്ടെന്ന്. അതാണ് ഈ കാണുന്നതെല്ലാം. ഏത് രുചികളിൽ ഏത് ഫ്ലേവറുകളിൽ വേണമെങ്കിലും നമുക്കിവിടെ പാലുൽപ്പന്നങ്ങൾ കിട്ടുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വലിയ പശുക്കളല്ല, ചെറിയ ഇടത്തരം പശുക്കളെയാണ് ഈ കാണുന്നത്. വലിയ പശുക്കളെ നമ്മൾ ആദ്യം കണ്ടായിരുന്നു, അതിൻ്റെ കുഞ്ഞുങ്ങളാണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കുമല്ലോ, വെള്ളയും കറുപ്പുമായിട്ട് ഇങ്ങനെ ഇടചേർന്ന് നിൽക്കുന്നു. നിങ്ങളൊന്നും കെട്ടി നിർത്തിയേക്കുമല്ല, എല്ലാത്തിനും അഴിച്ചു വിട്ടേക്കും അത് കൂട്ടിക്കൂടെ. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ കാഴ്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇസ്രയേലിലൊരു ഫാം ഹൗസാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ പശുക്കളെക്കുറിച്ചും പാൽ ഉൽപ്പന്നങ്ങളെക്കുറിച്ചും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കണ്ടുമുട്ടാം. എല്ലാവരോടും സ്നേഹം, നന്ദി. ഓക്കെ, താങ്ക് യു, ബൈ.